ഹലോ ഹലോ എവ്രിവൺ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. പക്ഷേ ഞായറാഴ്ചയാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും പുതിയൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു തുടക്കം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കോളജിയിൽ വർക്ക്ഷോപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, വെബിനാറുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഓഫ്ലൈൻ സെഷനുകളൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും യു ജി സിയുടെ നെറ്റ് JRF അതിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പുതിയ ഒരു കാൽവെപ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഗ്രൂപ്പുകളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിലേക്ക് പിന്നെ മെമ്പേഴ്സിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഓറിയന്റേഷൻ നമുക്ക് എന്തായാലും വെക്കണം. കാരണം ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അടുത്ത ജൂണിലേക്ക് നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ സഹായമാണ് വിംബിൾ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ സെഷനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, ചോദിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ലീഡ് ചെയ്യുന്നത് ഈ ഒരു ടോട്ടൽ ഒരു ജൂൺ വരെയുള്ള നമ്മുടെ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള ലീഡിങ് നമ്മൾ ചെയ്യുന്നത് സ്നേഹ മാമാണ്, സ്നേഹ കൃഷ്ണൻ. സ്നേഹ മാമിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം വിംബിൾ അക്കാദമിയിൽ ഒരുപാട് കോഴ്സുകൾ മാം ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. മാമിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. കാര്യങ്ങൾ പിന്നെ അവതരിപ്പിക്കാനായി കഴിഞ്ഞാലും മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന കാര്യത്തിലായി കഴിഞ്ഞാലൊക്കെ അത്രയും നമുക്ക് വിശ്വാസം ഉള്ള ഒരാളാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ ഏറെക്കുറെ ആളുകളും പല കോഴ്സുകളിലും അറ്റൻഡ് ചെയ്തതായിരിക്കും. അപ്പോൾ മാം ആയിരിക്കും ലീഡിങ്. അതേപോലെ തന്നെ ചിലപ്പോൾ അതിനോട് ചേർന്നിട്ട് മറ്റാളുകളും ഉണ്ടാകാം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 100% പാർട്ടിസിപ്പൻസിനെ നമ്മൾ അത്രയും ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വിംബിൾ അക്കാദമിയുടെ ഭാഗത്ത് എന്തായാലും നമ്മൾ ശ്രമിക്കും. അതേപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും ആ രീതിയിലേക്ക് പ്രാപ്തമാക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യാൻ സന്നദ്ധമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു തുടക്കം നമ്മൾ ഔട്ട് ചെയ്ത സമയത്ത് അത് സ്വീകരിക്കാനും അത്തരം ഒരു ഓറിയന്റേഷൻ സെഷനിലേക്ക് വരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പറയാതെ തന്നെ അത് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് വെക്കുകയും മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിനുള്ള പ്രത്യേകം സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഓറിയന്റേഷൻ സെഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അഡോളസന്റ് കൗൺസിലറും അതേപോലെ തന്നെ മറ്റു മെന്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ സ്നേഹ മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സർ. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എന്തായാലും സൺഡേ എല്ലാവരും ഇവിടെ പിടിച്ചിരുത്തിയില്ലേ? ഒരു ദിവസം ലീവ് കിട്ടിയത് നമുക്ക് പെട്ടെന്ന് തീർക്കാം. പക്ഷെ കുറെ ഡൗട്ട്സ് വരുമ്പോ ഓരോരുത്തരോട് പറയുന്നേക്കാളും നല്ലത് ഒന്നിച്ചങ്ങ് പറയാം, ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സെഷൻ വെച്ചത്. ഇതിൽ കുറെ പേർക്ക് എന്നെ അറിയുന്നുണ്ടാവും, ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്റെ പേര് സ്നേഹ. അപ്പൊ സാറ് പറയണ്ടാവും. പാലക്കാടാണ് പ്ലേസ്. ഒരു ടീച്ചറാണ് സത്യത്തിൽ. ഒരു സെന്റർ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്യൂഷൻ സെന്റർ ആണ് 5 years ആയിട്ട്. പ്ലസ് 2022 തൊട്ട് നമ്മളിങ്ങനെ MA സൈക്കോളജി, MSc സൈക്കോളജിയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പല അക്കാദമിയിലായിട്ടും അല്ലാതെയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വിംബിളിലാണ് മെയിൻ ആയിട്ടും. വിംബിളിൽ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്ത് പോവാണ്. ഇപ്പൊ കഴിഞ്ഞ നെറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അതാണ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു UGC നെറ്റിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്
പലയിടത്തെയും കോച്ചിങ്ങിന്റെ ഫീസുകൾ ഞാനും പലയിടത്തും അന്വേഷിച്ചിട്ടുള്ളതാണ്, പല കാര്യങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അറിയാലോ, പല രീതിയിലുള്ള ഫീസുകളാണ് നിങ്ങൾക്ക് കാണാം. 30,000 വരെ പോകുന്ന രീതിയിലുള്ള ഫീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കുറെ കൂടി അഫോർഡബിൾ ആയിട്ട് അത് കൊണ്ടുപോവാന്നുള്ളത്. അപ്പൊ ലാസ്റ്റ് ഞാൻ നെറ്റിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും പലപ്പോഴും സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യം കുറെ കൂടി അഫോർഡബിൾ ആക്കുക ആഗ്രഹമുണ്ട്. പല ആളുകളും ഹൗസ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ആളുകളും വർക്കിന്റെ ഇടയിൽ കൂടെ പഠിക്കുന്നവരായിരിക്കും. അപ്പൊ അവിടേക്ക് അഫോർഡബിൾ ആക്കുക എന്നുള്ളതിലാണ്. ആ ഒരു അഫോർഡബിലിറ്റി കീപ്പ് ചെയ്യാൻ എന്നെ സഹായിച്ചത് വിംപിൾ ആണ്. അതിന് ഫസ്റ്റ് ഒരു താങ്ക്സ് ഫൈസൽ സാറിന് ഞാൻ പറയാണ് കേട്ടോ ഈ ഒരു അവസരത്തില്. കാരണം എല്ലാവരും പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രോഫിറ്റിനേക്കാളും അഫോർഡബിൾ ആയിട്ട് കൊണ്ടുപോയാൽ മതി എന്നൊരു കാര്യം സാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു കാരണമായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് UGC NET? UGC NET-ന് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത്. ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഡിസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഉണ്ടോ ഡിസ്റ്റൻസിൽ സൈക്കോളജി കഴിഞ്ഞ ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ? ഒന്ന് ജസ്റ്റ് Yes, ഒന്ന് ma'am. ഹാൻഡ് റൈസ് ചെയ്യാവോ? യെസ്, ഉണ്ട്. ഇപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പലയിടത്തും ഡിസ്റ്റൻസുകാരെ ചെറുതായിട്ടൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ UGCയുടെ എക്സാമിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, അല്ലെങ്കിൽ ഒരു റിസർച്ചറിലേക്ക് പോവാം, അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് PhD ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു എക്സാം ആണ് UGC NET എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മുന്നേ ഒക്കെ PhDക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡിസ്റ്റൻസുകാർക്ക് കിട്ടാൻ. ഇന്ന് അതില്ല. നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റീസിലും നെറ്റിന്റെ സ്കോർ മാത്രം നോക്കിയിട്ടാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ ഡിസ്റ്റൻസ് ആണോ റെഗുലർ ആണോ അതൊന്നും വരുന്നില്ല. പലയിടത്തും ഡയറക്റ്റ് ഇന്റർവ്യൂ എക്സാം കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് നടത്താതെ തന്നെ UGCയുടെ മാർക്ക് നോക്കിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് UGC NET-ന്റെ ഒരു ഗുണം ഡിസ്റ്റൻസുകാരെ സംബന്ധിച്ചിട്ട്. ദെൻ അതുമല്ല, ഒരു ജോലി നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ് നോക്കുന്നത്, ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പ്രൊഫസറിലോട്ട് വരുമ്പോഴേക്കും ഏജ് ലിമിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇത്ര നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് സബ്ജക്ട്, ഇപ്പൊ നിങ്ങൾ സൈക്കോളജി എഴുതുന്നവരാണ്, നിങ്ങൾ സൈക്കോളജിയിൽ PG ചെയ്തിരിക്കണം. അതിലൊരു 55% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട്. ഇനി അത് ജനറൽ കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. റിസർവ്ഡ് കാറ്റഗറിയുള്ള ആളുകളാണെങ്കിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് OBC, SC, ST, അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, UGC NET എഴുതാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് UGC NET എഴുതാൻ പറ്റും. കോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ എഴുതണം നിർബന്ധമില്ല. നിങ്ങൾ ഫൈനൽ ഇയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും ആ സമയത്തും നിങ്ങൾക്ക് നെറ്റ് അറ്റംപ്റ്റ് ചെയ്യാം, നെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും. ഇതിപ്പോ ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫസില മാം കയറിയിട്ടില്ല, അല്ലെങ്കിൽ ആളെല്ലാത്തിലും കയറുന്നതാണ്. ആള് കയറി എഴുതി 130+ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ആൾക്ക് 60s ആവാറായി. അപ്പൊ ആ ഒരു ഏജിൽ പോലും നമുക്ക് പോയിട്ട്, സോറി 50s ആണ്, അപ്പൊ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഏജ് ലിമിറ്റ് ഇല്ല നെറ്റിന് എന്നുള്ളതാണ്. ദെൻ മാക്സിമം ഏജ് ഉള്ളത് ഏതിലാണ്, JRF-ലോട്ടാണ് വരുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളതാ. എന്താണ് JRF എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇവിടെ 30-ൽ താഴെയുള്ള ആൾക്കാർ ഉണ്ടോന്ന്, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. JRF എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, PhD പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ, അതായത് ഒരു വളരെ മിനിമം ഫീസിൽ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് ഒരു 37K എബോ, അത് 37,000 അതിൽ കൂടുതലും ഇങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു PhDയുടെ എക്സ്പെൻസസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് JRF. അതിന് പക്ഷെ ഏജ് ലിമിറ്റ് ഉണ്ട്, 30 വയസ്സാണ് അതിന്റെ പ്രായം. ജനറൽ കാറ്റഗറിയിലോട്ട് വരുമ്പോഴേക്കും, റിസർവ്ഡ് കാറ്റഗറി ആകുമ്പോൾ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, 35 ഇയേഴ്സ് വരെ എഴുതാം. അതായത് SC, ST, OBC, PWD കാറ്റഗറിയിൽ വരുമ്പോൾ 35 വയസ്സ് വരെ നിങ്ങൾക്ക് JRF എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു റിസർച്ച് മേഖലയിലോട്ടൊക്കെ പോകണം, എന്നാൽ നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് JRF എന്ന് പറയുന്നത്.
ഇപ്പൊ പുതിയൊരു കാറ്റഗറി കൂടി ഉണ്ട് എന്നുള്ളതാണ് PhD ഓൺലി എന്നുള്ളതാണ്. റീസെന്റ് കഴിഞ്ഞ വർഷം തൊട്ട് വന്നതാണ്. അതിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു മാർക്ക് സ്കോർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റീസിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. സ്റ്റൈപ്പൻഡ് ഉണ്ടാവും, പക്ഷെ മറ്റേതിന്റെ അത്രയും ഉണ്ടാവില്ല. 37 അത്രയൊന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിലുള്ള സ്റ്റൈപ്പൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ അഡ്മിഷൻസ് കുറച്ചും കൂടി എളുപ്പമാവും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ആ ഒരു ക്രൈറ്റീരിയ പിന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. അവിടെ വീണ്ടും രണ്ടാമത് നിങ്ങളൊരു എൻട്രൻസ് ടെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ എഴുതേണ്ടി വരുന്നില്ല മിക്ക യൂണിവേഴ്സിറ്റീസിലും. ചിലയിടത്തുണ്ട്, പക്ഷെ മെജോറിറ്റിയിലും ഇപ്പൊ ഒരു നെറ്റ് ആണ് ക്രൈറ്റീരിയ ആയിട്ട് അവർ കണക്കാക്കുന്നത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾ ഒരിടത്ത് ഒരു ജോബിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിന് പോകുന്ന സമയത്ത് ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞവർക്ക് ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു പ്രിഫറൻസ് കയറി വരുന്നുണ്ട്. ഈവൻ സ്കൂളുകളിലാണെങ്കിലും ഒക്കെ അതിനൊരു പ്രിഫറൻസ് കയറി വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കോമൺ ക്രൈറ്റീരിയാസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് ക്ലിയർ ആണല്ലോ അല്ലെ? എക്സ്ക്യൂസ് മീ മാം, ആ അതില് പറയൂ. നമ്മളിപ്പം PhD ഓൺലി എന്ന് പറഞ്ഞില്ലേ? ഉം, PhD ഓൺലി എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു അതോ ഇത് പറയൂ. ഒക്കെ എല്ലാത്തിനും ഒരേ ഒറ്റ എക്സാം ആണ്. ആപ്ലിക്കേഷൻസ് തന്നെയല്ലേ? അതെ അതെ, ഞാൻ പറയാം. എക്സാം പാറ്റേൺ ഞാൻ ഓക്കെ. പറയുന്നുള്ളൂ. യെസ്, ഒരു എക്സാം ആണ്. ഇത് മൂന്നിനും ഒറ്റ ഓക്കെ. എക്സാം ആണ് കേട്ടോ. 3 ക്രൈറ്റീരിയ മാർക്ക് ലെവൽ അവർ ഡിവൈഡ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ഇപ്പൊ 3 കട്ട് ഓഫ് ആണല്ലോ. എന്നാലും ഞാൻ ഇനിയിപ്പോ അത് പറഞ്ഞേക്കാം. ഞാൻ എൻഡിൽ പറയാൻ നിന്നതാണ്. ഇപ്പൊ നമുക്ക് ആദ്യം വരുന്നത് PhD ഓൺലി എന്നുള്ളതാണ്. രണ്ടാമത്തെ സെക്ഷനാണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. മൂന്നാമത്തെ സെക്ഷനാണ് JRF. അപ്പോ റീസെന്റ് ഇപ്പൊ കഴിഞ്ഞ എക്സാം, അതായത് December 2025 കഴിഞ്ഞ എക്സാമില് നമ്മുടെ PhDയുടെ കട്ട് ഓഫ് വരുന്നത്, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ആണെങ്കിൽ 182 ആണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 182. ദെൻ OBC കാറ്റഗറിക്ക് വന്നിട്ട് 164. ദെൻ SC/ST കാറ്റഗറിയിലോട്ട് വരുമ്പോഴേക്കും 152 ആൻഡ് 148. SC/ST. ദെൻ PWD കാറ്റഗറിയിൽ ഡിസബിലിറ്റി കാറ്റഗറി വരുമ്പോൾ 140. അതായത് ടോട്ടൽ 300 മാർക്കിനാണ് എക്സാം വരുന്നത്. ആ 300 മാർക്കിൽ നിങ്ങൾ 182 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ലിയർ ചെയ്താൽ നിങ്ങൾ PhD ഒക്കെ എലിജിബിൾ ആണ്. അതായത് PhD അഡ്മിഷൻ എലിജിബിൾ ആണ് എന്നാ. ഇത് കഴിഞ്ഞിട്ട് ഈ സ്കോർ വെച്ച് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പക്ഷെ നെറ്റ് ഉള്ളവർക്ക് അതിന്റെ പോയിന്റ് കൂടുതലായിരിക്കും, നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതലായിരിക്കും. അങ്ങനെ അറിയാലോ, PhDക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തോരം ബുദ്ധിമുട്ടാണ്. ആകെ വളരെ കുറച്ച് സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് പോകും ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാറ്റഗറി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്. അതിലോട്ട് വരുമ്പോഴേക്കും ജനറൽ കാറ്റഗറിയിൽ 206 ആയിരുന്നു ഇപ്രാവശ്യം കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക്, അതായത് 300-ൽ 206 മാർക്ക് എന്നുള്ളതാണ്. ദെൻ OBCയിലോട്ട് വരുമ്പോഴേക്കും 186 ആയിരുന്നു. ദെൻ പിന്നെ വരുമ്പോഴേക്കും 174, 170, 148. അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് ഈ ഒരു 210 ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ 210 ആണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ രണ്ടിനും എലിജിബിൾ ആയി. PhDക്കും എലിജിബിൾ ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും എലിജിബിൾ ആണ്. ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. ഓക്കെ, രണ്ടിനും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. PhDക്ക് എലിജിബിൾ ആയിരിക്കും, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിൾ ആയിരിക്കും. അതായത് 206-നേക്കാളും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ. ഇനി അതിൽ ഏറ്റവും ടഫ് ഉള്ള ഒരു കാറ്റഗറി JRF തന്നെയാണ്. കാരണം അറിയാലോ, 37,000 അവർ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഭയങ്കര ഹൈ ആയിട്ട് തന്നെയായിരിക്കും മാർക്ക് വെച്ചിട്ടുണ്ടാവുക. 234 ആണ്. എന്ന് വെച്ചാൽ ക്രാക്ക് ചെയ്യുന്നില്ല എന്നല്ല, ഇഷ്ടംപോലെ ആളുകൾ ക്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, JRFും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിവിടെ ലിമിറ്റ് ഇല്ല, ഇത്ര വട്ടം എക്സാം എഴുതാൻ പറ്റും എന്നുള്ള ലിമിറ്റ് ഇല്ല.
ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം വരുന്നുണ്ട്. ഡിസംബർ സെഷനിലും വരുന്നുണ്ട്, ജൂൺ സെഷനിലും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള പോലെ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 6 മാസം കൂടുമ്പോ പരീക്ഷ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു വട്ടം നെറ്റ് ക്വാളിഫൈഡ് ആയാൽ പോലും വീണ്ടും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഞാൻ വീണ്ടും എഴുതുന്നുണ്ട്, കാരണം എന്റെ ഫോക്കസ് JRF ആണ്. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം വീണ്ടും എഴുതും JRF കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയാലും വീണ്ടും വീണ്ടും എക്സാം എഴുതാം. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വട്ടം നെറ്റ് ക്വാളിഫൈ ആയാൽ പിന്നെ എഴുതാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ചിലവർ കണ്ടിട്ടില്ലേ 3 വട്ടം നെറ്റ് ക്ലിയർ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു വട്ടം ക്ലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ അവര് JRF ആയിരിക്കും ആഗ്രഹിക്കുന്നത്. രണ്ടാമതും എഴുതും, മൂന്നാമതും എഴുതും. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നെറ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. തന്നെ ഇതേപോലെ JRF ബാക്കി കാറ്റഗറിയിലോട്ട് വരുമ്പോഴേക്കും അത്ര മാർക്കല്ല. 218, 224 ഒക്കെയാണ്. 218, സോറി 208, SC/ST 208, PWD 186, ഇങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് വരിക. അപ്പൊ ഒരേ എക്സാം ആയിരിക്കും, ഒരൊറ്റ എക്സാം ആയിരിക്കും. ടോട്ടൽ മാർക്ക് 300-ലാണ്. 300-ല് ഓരോ വർഷത്തെയും കട്ട് ഓഫ് മാറും ട്ടോ. അതെങ്ങനെയാ മാറുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ എക്സാം ഈസി ആണെങ്കിൽ അവർ കുറച്ച് മാർക്ക് ഹൈ ആക്കി വെക്കും. എക്സാം ടഫ് ആണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കുറയും. 182 ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതിലും കുറവ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് വരും. അപ്പൊ എക്സാമിന്റെ ഒരു ടഫ്നെസ്, അതേപോലെ ക്വസ്റ്റ്യൻസിനൊക്കെ അനുസരിച്ച്, പിന്നെ എത്ര ആളുകൾ എഴുതുന്നുണ്ട് ഓരോ വർഷവും, അതിനൊക്കെ അനുസരിച്ച് കട്ട് ഓഫിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. പക്ഷെ ലാസ്റ്റ് വന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ക്ലിയർ ആയോ? ഒരൊറ്റ എക്സാം ആണ്. നിങ്ങൾക്ക് 3-ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. PhDക്ക് മാത്രമാണോ നിങ്ങൾ എഴുതുന്നെങ്കിൽ PhD മാത്രം, അല്ല PhD അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ PhD അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യും. 3 എഴുതുന്നുണ്ടെങ്കിൽ PhD അസിസ്റ്റന്റ് JRF 3 ഓപ്ഷനിലേക്കും ടിക്ക് ചെയ്യാം. ഒറ്റ എക്സാം ആണ്, ഒറ്റ അപ്ലിക്കേഷൻ ആണ്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഞാനിപ്പോ എപ്പോഴും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് എഴുതിയത്. ഫസ്റ്റ് ടൈം എഴുതിയ സമയത്ത് ഞാൻ 3 അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതി. ഓക്കെ. ഫീസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അപ്ലിക്കേഷൻ ഫീസിൽ. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് എക്സാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ചോദിച്ചാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓക്കെ ഒറ്റ ഓക്കെ എക്സാം എഴുതാം. ക്ലിയർ ആണ്. ഓക്കെ. ക്ലിയർ ആയി. ഓക്കെ. ഇനി നമുക്ക് വരുന്നത് ഇതിന്റെ എക്സാം പാറ്റേൺ ആണ്. എങ്ങനെയാണ് ഈ 300 മാർക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ്. യെസ്, JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്. ആരോ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ചാറ്റിൽ ചോദിച്ചിട്ടുണ്ട്. JRFന് ഉറപ്പായിട്ട് ഏജ് ലിമിറ്റ് ഉണ്ട്. ജനറൽ കാറ്റഗറി 30-യും ബാക്കി കാറ്റഗറീസിലോട്ട് വരുമ്പോഴേക്കും അത് 35 ആണ്. ഓക്കെ. ഇനി എക്സാം പാറ്റേൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വാരി വലിച്ച് നീട്ടി വലിച്ച് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പല കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പൊ UPSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര തിയറി എഴുതണം, എസ്സേസ് എഴുതണം. ഇവിടെ അതൊന്നുമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയാൽ മതി, ആൻസേഴ്സ് ടിക്ക് ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ് അതിന്റെ ഒരു പാറ്റേൺ. ഇനി ഇതിലോട്ട് വരുമ്പോഴേക്കും എല്ലാ നെറ്റ് എക്സാമിനും 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. ജനറൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജി ആയിക്കോട്ടെ, നിങ്ങൾ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിന്റെ നെറ്റിനും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. എല്ലാ ആളുകളും എഴുതേണ്ട നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി പേപ്പറാണ് പേപ്പർ 1. ഇതാണ് നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ. കാരണം നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാതിരിക്കില്ല. സൈക്കോളജി പറയുമ്പോൾ സൈക്കോളജിയെ പറ്റി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാം. നമ്മളെല്ലാവരും PG കഴിഞ്ഞവരാണ്, അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ 1 അറിയാതെ രക്ഷയില്ല. പേപ്പർ 1 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ക്വാളിഫയിങ് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയുന്നത് ഈ പേപ്പർ 1 ആയിരിക്കും. പേപ്പർ 1-ൽ 50 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 മാർക്ക് വീതം 100 മാർക്കിനായിരിക്കും പേപ്പർ 1 ഉണ്ടാവും. 50 ചോദ്യം, ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് കേട്ടോ. ഒരു ക്വസ്റ്റിന് 2 മാർക്ക്, 100 മാർക്ക് അവിടെ വന്നു. എല്ലാ സ്റ്റുഡൻസിനും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അടുത്തത് പേപ്പർ 2. അത് നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് ആ ഒരു കാര്യം. ഇവിടെ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. മൊത്തം 150 ചോദ്യമാണ് ഉള്ളത്. 50 ചോദ്യം പേപ്പർ 1-ലും
100 ചോദ്യം പേപ്പർ 2 ഉണ്ടാവും. പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. സൈക്കോളജി ആണോ, സോഷ്യൽ വർക്ക് ആണോ, അല്ലെങ്കിൽ കൊമേഴ്സ് ആണോ, മാത്സ് അല്ലെങ്കിൽ എന്താ പറയാ സയൻസ് സബ്ജക്ട്സ് ആണോ, എന്തോ ആയിക്കോട്ടെ, അതാണ് നിങ്ങളുടെ പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആയിരിക്കും. ഇവിടെ 50 ചോദ്യം ഉണ്ടാവും. ഇവിടെ 100 മാർക്ക്, ഇവിടെ 200 മാർക്ക്, ടോട്ടൽ 300 മാർക്ക്. ഈ 300 മാർക്കിന് 3 ഹവേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. PSCയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഒരു ഉത്തരം ശരിയായി അടുത്ത ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മാർക്ക് നമ്മുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടിയ മാർക്കും കൂടെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ഭാഗ്യത്തിന് സൈക്കോളജിയിൽ കുറെ കാലങ്ങളായിട്ട് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ബാക്കി പല സബ്ജക്റ്റിലും ഇപ്പൊ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, പല സബ്ജക്റ്റുകളിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഈവൻ കമ്പ്യൂട്ടർ സയൻസിൽ വരെ ഉണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ സൈക്കോളജിയിൽ അതില്ല. വരുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ ഈ കൊല്ലം വരില്ല. അതുകൊണ്ട് ഈ വർഷം വളരെ ക്രിട്ടിക്കലും കൂടിയാണ് നമുക്ക് മാക്സിമം ഈ ഒരു വർഷം നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ചലഞ്ച് ആയിരിക്കും നമുക്ക് അത് എഴുതിയെടുക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ നിങ്ങളൊരു ഊഹിച്ചൊരു ആൻസർ ഇട്ടാൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ ശരിയായ ആ മാർക്ക് കിട്ടും. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇതിലോട്ട് വരുമ്പോഴേക്കും, സൈക്കോളജിയിലേക്ക് വരുമ്പോൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്വാളിഫയിങ് മാർക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോന്നിനും ഓരോ സ്കോർ ആണ്. ഏറ്റവും ഹൈ മാർക്ക് വാങ്ങിയാൽ JRF ക്വാളിഫൈഡ് ആവും. ഫിനാൻഷ്യൽ സപ്പോർട്ട്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ താഴത്തെ പോസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാം. ദെൻ PhD ഓൺലൈൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് PhD അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ദെൻ അക്കാദമിക് റെക്കഗ്നീഷൻ കിട്ടും. കാരണം നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ പലയിടത്തും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ PSC വഴി നമുക്ക് എഴുതുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ചില സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നേരിട്ട് വിളിക്കും. എക്സാം ഒന്നും ഇല്ലാതെ ഇന്റർവ്യൂ ബേസ്ഡ് ഒക്കെ ആയിട്ട് വിളിക്കും പല സ്ഥാപനങ്ങളിലും. അങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ ഗവൺമെന്റിന്റെ താൽക്കാലികമായിട്ടുള്ള പ്രോജക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ NGOs ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടോ കൗൺസിലർ ആയിട്ടോ എവിടെ നിങ്ങൾ കയറണമെങ്കിൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഒരു അക്കാദമിക് പ്രൊഫൈല് നമ്മുടെ അവിടെ എടുത്തു കാണിക്കാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം റീസെന്റ് CDPO എന്നൊക്കെ പറഞ്ഞ് PSCയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല പോസ്റ്റുകളിലേക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു PhD ഓൺലി ക്ലിയർ ചെയ്താൽ പോലും, PhD ഓൺലി നിങ്ങൾക്ക് അറിയാം, ബാക്കി രണ്ടെണ്ണത്തിൽ വെച്ച് ഏറ്റവും കുറവ് മാർക്ക് മതി. അത്യാവശ്യം മാർക്കാണത്, ഒരു 180 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം സ്കോർ ചെയ്യണം. എന്നാലും കമ്പാരിറ്റീവ്ലി നിങ്ങൾ അത് മാത്രം ക്വാളിഫൈ ചെയ്താൽ പോലും അവിടെ അതിൻ്റെതായ ഒരു വാല്യൂ വരുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ പറഞ്ഞ എക്സാം പാറ്റേണിലോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനിലോ അതിന്റെ ഒരു ബെനിഫിറ്റിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സിലബസും കൂടെ പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഈ എക്സാം പാറ്റേണില് നമുക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് 3 സബ്ജക്റ്റിൽ MSc ഉണ്ട്. അപ്പൊ മോർ ദാൻ വൺ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ചില അത് ക്ലാഷ് വരാതെ നോക്കേണ്ടി വരും. ചില ദിവസം 1-2 സബ്ജക്ട് പരീക്ഷ ഒന്നിച്ച് നടത്താറുണ്ട്. അതായത് ഞാൻ സൈക്കോളജി എഴുതാൻ പോയ ദിവസം അവിടെ സോഷ്യൽ വർക്കിന്റെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രണ്ടിനും കൂടെ അപ്ലൈ ചെയ്ത ഒരാൾ ഏത് എഴുതും? അങ്ങനത്തെ ഒരു പ്രശ്നം വരും. പിന്നെ ക്ലാഷ് വരാതെ എഴുതേണ്ടി വരും. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ, ടൈം ടേബിൾ വരുമ്പോഴല്ലേ അറിയാം ഇത് ഏതൊക്കെ. അപ്പൊ നമുക്ക് നേരത്തെ ടൈം ടേബിൾ വരുമല്ലോ. അപ്പൊ സപ്പോസ് നമ്മൾ 3 എണ്ണത്തിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ടൈം ടേബിൾ നോക്കിയിട്ട് എഴുതാതിരുന്നാ പോരെ? അതെ, ഏതാണോ കൂടുതൽ എഴുതാനുള്ള വെച്ചാൽ അങ്ങനെ എഴുതാം. പേപ്പർ 1 എല്ലാത്തിലും സെയിം ആണ്. UGC എല്ലാത്തിലും പേപ്പർ 1 സെയിം ആണ്. കൂടുതൽ എഴുതാനുള്ള സൈക്കോളജി തന്നെയാണ്. ഇപ്പൊ സൈക്കോളജി ചെയ്തപ്പോഴാണ് ഇത് എടുക്കാം എന്നൊരു PhD എടുക്കാം എന്നൊരു ഇതുണ്ടായിട്ടുള്ളത്. ദെൻ ഇത് ഓൺലൈനാണ് എക്സാം എന്ന് പറഞ്ഞല്ലോ. അതെ, ഓൺലൈൻ ആണ്. അത് സെന്ററിൽ
അത് ഏതെങ്കിലും സെന്ററിലായിരിക്കോ? നമ്മൾ ആദ്യം പണ്ടുണ്ടായിരുന്ന പോലെ ഒബ്ജക്റ്റീവ് ആയിരുന്നപ്പം ഓഫ്ലൈൻ ആയിരുന്നപ്പോ സെന്ററുകൾ ഉണ്ടായിരുന്നല്ലോ, അതെ അതെ, അങ്ങനെ അതുപോലെയാണോ? തന്നെയാണ്. അതെ അതെ, നമുക്ക് എക്സാം സെന്റർ വരും. ഇപ്പോ ആ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂസ് ഓക്കെ. ചെയ്യാം. എനിക്ക് തോന്നുന്നു 4 സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. എന്റെ സ്ഥലം പാലക്കാടാണ്. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ പാലക്കാട്, സെക്കൻഡ് ഓപ്ഷൻ ഞാൻ തൃശ്ശൂർ കൊടുക്കും, തേർഡ് ഞാൻ ഓക്കെ. മലപ്പുറം, ആൻഡ് ഫോർത്ത് എറണാകുളം. ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പോകാനുള്ള എളുപ്പം നോക്കിയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തു. മിക്കവാറും നമ്മൾ പാലക്കാട് കൊടുത്താൽ പാലക്കാട് തന്നെ ഏതെങ്കിലും സെന്റേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. സ്കൂൾ കോളേജുകളൊക്കെയാണ്, കോളേജുകളോ ഹാളുകളോ ഒക്കെ നമുക്ക് എക്സാം ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. തൃശ്ശൂരൊക്കെ എപ്പോഴും മറ്റേ ജ്യോതി ടവേഴ്സും നെഹ്റു കോളേജും ഒക്കെയാണ് മിക്കവാറും വരാറുള്ളത്. അപ്പൊ അങ്ങനെ എക്സാം സെന്റർ ഉണ്ടാവും, നമ്മൾ അവിടെ ഓക്കെ. പോവുക, എക്സാം എഴുതുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. സെന്റേഴ്സ് ഓക്കെ. അലൗഡ് ആണ്, നമുക്ക് അതുപോലെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ ഈ ആ, ഓക്കെ ഓക്കെ, അതാണ് അറിയേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും എഴുതിയാൽ മതിയോന്ന്. അല്ല, സെന്റേഴ്സ് ഇല്ലില്ല, ഉണ്ട്. അവരുടെ ഓക്കെ. സെന്റേഴ്സിൽ തന്നെ പോണം. ദെൻ കാരണം അവിടെ കുറെ വേരിഫിക്കേഷൻ ഉണ്ടാവും, നമ്മൾ തന്നെയാണ് എഴുതണത്. ഓക്കെ. ആ ആ ഓക്കെ. ദെൻ ഈ 182 കട്ട് ഓഫ് മാർക്ക് പറഞ്ഞല്ലോ, അതിപ്പം രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റ്സ് ഉണ്ടോ? പേപ്പർ 1-ന് ഇത്ര, പേപ്പർ 2-ന് ഇത്ര, അങ്ങനെ ഉണ്ടോ? മിനിമം മാർക്സ് അങ്ങനെ ടോട്ടൽ എന്തെങ്കിലും? നോക്കിയിട്ടാണ്, ടോട്ടൽ നോക്കിയിട്ട്, ടോട്ടൽ നോക്കിയിട്ടാണെങ്കിലും നമ്മൾ പേപ്പർ 1-ല് ഒന്ന് 30% എബോവ് അങ്ങനെ എന്തോ കണക്കുണ്ട്. എന്നാലും ടോട്ടൽ ആ നോക്കും അവര്. അങ്ങനെ. ഒരു മിനിമം ഉണ്ട്, അതിന് എബോവ്. പക്ഷെ റാങ്ക് നിശ്ചയിക്കുന്നത് ടോട്ടലിലാണ് അല്ലെ? യെസ്. പിന്നെ മാം പറഞ്ഞ പോലെ ഒരേ സൈക്കിളിൽ എക്സാം എഴുതാൻ അതുപോലെ പറ്റില്ല കേട്ടോ, റൂള് മാറ്റിയിട്ടുണ്ട്. റൂൾ അവര് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ വർഷം. ആ ആ അതായത് ഒറ്റ ടൈം ഒരേ ഇപ്പൊ സൈക്കിളിലെന്ന് ജൂണില് പറഞ്ഞാൽ അല്ല, ഒരേ സൈക്കിൾ പറഞ്ഞാൽ ജൂണിൽ മാമിന് ഒരു നെറ്റ് സബ്ജക്റ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റും, മറ്റേത് വേണമെങ്കിൽ മാമിന് ഡിസംബറിൽ അപ്ലൈ ചെയ്യാം, ഓക്കെ. അങ്ങനെ. പിന്നെ അടുത്തത് 6 മന്ത്സ് കഴിഞ്ഞിട്ട്. യെസ് ഓക്കെ യെസ്, ഓക്കെ. അതെ അതെ. ഓക്കെ. അതുപോലെ വേറെ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര പെർസെന്റേജ് ആളുകളെ എടുക്കുള്ളൂ, അങ്ങനെയാണല്ലോ നെറ്റ്. ഇത്ര റാങ്ക് കിട്ടിയാല് ഇത്ര പെർസെന്റേജ് ആളുകൾ എല്ലാവരും എടുക്കുള്ളൂ. ആ പെർസെന്റേജ് ഒന്ന് പറയോ? അങ്ങനെയല്ല, അങ്ങനെയല്ല, അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ്. ആ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്. ഓക്കെ. അത് JRF ക്വാളിഫൈഡ് ആയതുകൊണ്ട് ആ നിങ്ങൾ പ്രൊഫസർ ആയി എന്ന് പറയില്ലല്ലോ. നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ കോളേജിൽ ആ അപ്ലൈ ചെയ്ത് അവിടെ ഇന്റർവ്യൂ ഉണ്ട്, അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു അടുത്ത പോസ്റ്റിംഗ് ഉം, വരുള്ളൂ. അത് നമ്മുടെ കയ്യിലാണ്, ഇന്റർവ്യൂ നമ്മുടെ ഉം, ഉം, കയ്യിലാണ്. ഉം. പക്ഷെ എക്സാം അപ്പൊ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. ഉം. അപ്പം JRF-ന് ആണോ അങ്ങനെ ഒരു പെർസെന്റേജ് ഉണ്ടായിരുന്നു മുൻപ്? അതായത് ഇല്ല, ഇപ്പൊ നമ്മള് അങ്ങനെയല്ല. നമ്മുടെ ജെ ആർ ആ എഫ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉം, എനിക്കൊരു 250 മാർക്ക് ഉണ്ട് വിചാരിക്കാം. ഞാൻ ജനറൽ കാറ്റഗറി 234 ആണ് എന്റെ കട്ട് ഓഫ്, എനിക്കൊരു 240 മാർക്ക് ഉണ്ട്. ഉം, ഇപ്പൊ JRF ഞാൻ ക്ലിയേർഡ് ആയി. ഉം, അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് ഉം, കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റീസിലോട്ട് അപ്ലിക്കേഷൻ കൊടുക്കും. ഉം, ഞാൻ ഇങ്ങനെ JRF ക്ലിയേർഡ് ആണ് എന്നുള്ളത് നമ്മുടെ ഉം. സിവിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ അവര് നമ്മളെ വിളിക്കും, എന്നിട്ട് ആ, അവിടെ ഇന്റർവ്യൂ ഉണ്ടാവും. ഉം, ഇന്റർവ്യൂവിൽ അവർക്ക് ഉം, നമ്മുടെ ഉം. ആൻസേഴ്സ് സാറ്റിസ്ഫൈഡ് ആ, ആണെങ്കിൽ ആ എന്താ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടും, അവർക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. അത് ഓക്കെ ഇപ്പൊ ഓക്കെ. ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് എനിക്ക് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ വന്നെങ്കിൽ എനിക്ക് ഏതാണോ താല്പര്യം അവിടെ പോവാം, മറ്റേത് എനിക്ക് ക്യാൻസൽ ചെയ്യാം. വേണ്ടത് എടുക്കാം. ഓക്കെ ഓക്കെ നമ്മുടെ ഓക്കെ. താങ്ക് യു, മറ്റേതെന്ന് വെച്ച് മനസ്സിലായി. കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും JRF-ൽ. അതാണ് അതിന്റെ ഒരു ഗുണം. PhD JRF-ന് ഓൺലി ഓക്കെ. മാത്രമാകുമ്പോൾ സ്റ്റൈപ്പൻഡ് ചെറുതായിരിക്കും. JRF ആണ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന വെച്ചാല് നമുക്ക് 37,000ഓളം ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് PhDയുടെ ഓരോ സെമ്മിലെ എക്സ്പെൻസ് അവിടെ കവേർഡ് ആവും. മീറ്റ് ചെയ്യാം, മീറ്റ് ചെയ്യാൻ യെസ്, പറ്റും. മീറ്റ് ഓക്കെ. ചെയ്യാൻ പറ്റും. മന്ത്ലി ആണത്. അപ്പൊ നമുക്ക് മന്ത്ലി പറയുമ്പോൾ 6 മന്തിലെ ഒരു എക്സ്പെൻസ് നമുക്ക് അവിടെ കവേർഡ് ആണ്. അറിയാലോ, PhDക്ക് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്, അത് അവിടെ കവേർഡ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ്. ഇപ്പൊ ഓക്കെ. പറഞ്ഞതൊന്ന് പറയോ? PhD കിട്ടുകയാണെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടുമോ? JRF-ന് അത് ഓരോ മാത്രമേ അത് ഡിസൈഡ് ചെയ്യുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസ് ആണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന അവരായിരിക്കും ഡിസൈഡ് ചെയ്യുക സ്റ്റൈപ്പൻഡ്. അത് ചെറിയ എമൗണ്ട് ആണോ വലിയ എമൗണ്ട് ആണോ എന്നൊക്കെ അത് ആ യൂണിവേഴ്സിറ്റി പോലെ ഇരിക്കും. JRF-ൽ അങ്ങനെയല്ല. JRF ക്ലിയർ ചെയ്യാൻ അവിടെ എന്തായാലും കിട്ടും. 35K അത് കിട്ടണം. കിട്ടണം. ഉറപ്പായിട്ട് അത് കിട്ടും. അത് പക്ഷെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി നെറ്റ് ക്വാളിഫൈഡ് ആണ് 2006-ല്.
പക്ഷെ ഓ ഞാൻ അതിനായിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ സൈക്കോളജി എടുത്തപ്പോ സൈക്കോളജിയിൽ ഒന്ന് നെറ്റ് എഴുതാണെന്നുണ്ട്. അപ്പൊ ഉം, PhD അപ്പൊ നമ്മള് ഏജ് ലിമിറ്റ് വ്യത്യാസം വന്നല്ലോ. JRF എന്തായാലും ഉം, കിട്ടില്ല. അപ്പൊ ഉം. PhDക്ക് കിട്ടുകയാണെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടുമെന്ന് ചോദിക്കും. അല്ലെ? അത് അത് നമ്മള് നമ്മൾ അപ്ലൈ ചെയ്ത് അത് വേറെ യൂണിവേഴ്സിറ്റീസ് നോക്കി അപ്ലൈ ചെയ്താൽ മതി. സ്റ്റൈപ്പൻഡ് കിട്ടും, പക്ഷെ മറ്റേ അത്ര എന്തായാലും കിട്ടില്ല. മറ്റേതിന്റെ അത്ര കിട്ടില്ല. അത് നമ്മള് സ്റ്റൈപ്പൻഡ് ഫണ്ട് കിട്ടണമെങ്കിൽ ഫെലോഷിപ്പ് വേറെ നമ്മൾ എഴുതി കൊടുത്ത് കിട്ടുക യൂണിവേഴ്സിറ്റി തരില്ലല്ലോ. തരുമോ? യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് നമ്മുടെ സ്കോർ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അവര് സ്റ്റൈപ്പൻഡ് അലോട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പാർട്ട് ടൈം PhD ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞു കേട്ടത്. ഞാൻ ഇങ്ങനെ രാജീവ് ഗാന്ധി സ്കോളർഷിപ്പ് അങ്ങനെ ഫെലോഷിപ്സ് ഒക്കെ നമ്മള് അല്ലേ? അതായത് നമ്മൾ ഓരോ ഗൈഡിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. അത് ഓക്കെ, മനസ്സിലായി. നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അവര് നമ്മൾ ഓക്കെ നമ്മളെ ഗൈഡിനെ അപ്ലൈ ചെയ്യാം. ഗൈഡ് നമ്മളെ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഗൈഡിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യാം. പക്ഷെ ആ ഈ എന്താണ് നമുക്ക് ഫണ്ട് വേണമല്ലോ ഇത് ചെയ്യണമെങ്കിൽ, PhD ചെയ്യണമെങ്കിൽ. ഫണ്ട് അപ്പൊ വേണം. അപ്പൊ ഒരു എന്താണ് മിനിമം ഒരു 7 lakh 6 lakh 7 lakh എന്തായാലും വരുമല്ലോ. അപ്പൊ അത് കുറച്ച് വരും, പൈസ നമുക്ക് പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ ഈ PhD അതിന് JRF നോക്കേണ്ടി വരും. അങ്ങനെ നോക്കണമെങ്കിൽ JRF ഉള്ള ഓപ്ഷൻ. അപ്പൊ JRF എന്തായാലും നടക്കില്ല ഏജ് കഴിഞ്ഞ്. PhD അപ്പൊ ചെയ്യാൻ എക്സ്പെൻസ് ഉണ്ട്. PhD ഓൺലി ക്ലിയർ ചെയ്യുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്നാമത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളവരെ പലയിടത്തും കഴിക്കില്ല. അവിടെ ആ ഒരു പ്രിഫറൻസ് കിട്ടും. രണ്ടാമത് ഗുണം എന്താ വെച്ചാൽ, നമ്മൾ പറയില്ലേ ഇപ്പൊ A+ ഉള്ളവർക്കാണോ പ്രിഫറൻസ്, A ഗ്രേഡ് ഉള്ളവർക്കാണോ പ്രിഫറൻസ്, A+ ഉള്ളവർക്കല്ലേ. അപ്പൊ നിങ്ങൾ PhD ഓൺലി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ സീറ്റുകൾ കുറവാണ്. ചിലപ്പോ വളരെ കുറച്ച് സീറ്റ്സേ ഉണ്ടാവുള്ളൂ. ഈവൻ PGക്ക് തന്നെ ഇതിപ്പോ സൈക്കോളജി ഡിസ്റ്റൻസ് ചെയ്തവർക്ക് എത്ര വേണേലും എനിക്ക് എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം നോർമലി കാലിക്കറ്റ് കിട്ടി. ഞാൻ എഡ്യൂക്കേഷനിലാണ് PhD ചെയ്തത്. അപ്പൊ ഞാൻ PhDക്ക് നെറ്റിന്റെ ബേസിസിൽ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് പോകാൻ ഇന്റർവ്യൂ പോവാൻ ഷോർട്ട് ലിസ്റ്റ് പറ്റില്ല. ചെയ്തപ്പോ എന്റെ പേര് വന്നതിന് വിളിച്ചപ്പോ പോകാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ പറ്റില്ല. ഈ സൈക്കോളജി ചെയ്യുന്നത്. അപ്പോ സൈക്കോളജി എഡ്യൂക്കേഷനും കൂടി കണക്ട് ചെയ്ത് ചെയ്യാന്നുള്ളതില് ഇതിലും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു പിടുത്തല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഇതിലേക്ക് നോക്കണം. Yes. എഴുതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ കുറെ ചേഞ്ചസ് വന്നു. ആദ്യം പിന്നെ നമ്മള് കുറെ എഴുതാണ്ടായിരുന്നു. ഫുള്ള് പിന്നെ അതെ, എല്ലാം MCQs ഒബ്ജക്റ്റീവ് ആണ്. ആണ്. ഫുള്ള് മാറി. PhD ഓൺലി ഓപ്ഷൻ ഞാൻ വന്നത് എഴുതുമ്പോ ശരിക്കും. സെക്കൻഡ് പേപ്പറിൽ കുറെ എഴുതാണ്ടായിരുന്നേ, essays പോലെ. ഇല്ല, ഏഹ് ഇല്ല. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ PhD അല്ലെ. ഓൺലി ഓപ്ഷൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് വന്നത്. അത് ശരിക്കും PhD ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ അഡ്മിഷൻ കിട്ടാൻ നല്ല പാടാ. അവിടെ നിങ്ങൾക്ക് PhD ഓൺലി നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അവിടെ പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ യെസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ? മെജോറിറ്റി അടുത്തും ഉണ്ടാവില്ല. പിന്നെ ഇല്ല. ചില ആളുകളുടെ സ്വഭാവമാണ്. പക്ഷെ അത് ശരിക്കും അങ്ങനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ആസ് പെർ റൂൾ അത് അലോഡ് ആണ്. പിന്നെ നെറ്റ് ഒരു സ്റ്റീരിയോ ക്വാളിഫൈഡ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോ യൂണിവേഴ്സിറ്റീസിലൊക്കെ അത് ഒരു സ്ഥിരം നിങ്ങൾക്ക് റെഗുലർ കോഴ്സ് ചെയ്താലല്ലേ. അപ്പൊ അവർക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനെ പഠിപ്പിക്കുന്ന അതിനാണ് വിവരം പറഞ്ഞത് നമ്മൾ ഉണ്ടാവില്ല. നെറ്റ് ക്ലിയർ ചെയ്യാൻ. അവിടെയാണ് നെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഓക്കെ. വരുന്നത്. കാരണം നെറ്റ് ക്ലിയർ ആയാല് UGCയുടെ റൂള് പ്രകാരം നെറ്റിന്റെ മാർക്കല്ലേ നോക്കണ്ടേ. അപ്പൊ അവര് പിന്നെ എന്തിനാ നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ലീഗലി നമ്മൾ അവിടെ സേഫ് ആണ്. ലീഗലി സേഫ് ആണ്. പിന്നെ ഗൈഡിന്റെ പ്രിഫറൻസ് ആയിരിക്കും പിന്നെ അല്ലേ? ഗൈഡിന്റെ പ്രിഫറൻസ് നമുക്ക് പറയാം. നമുക്ക് എന്താ പറയാ, അപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മളെ റിജക്ട് ചെയ്താൽ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നമ്മൾ നെറ്റ് ക്വാളിഫൈഡ് ആണ്, നമുക്ക് മാർക്ക് ഉണ്ട്. സോ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ. ഓക്കെ ഓക്കെ, ഒരു നമ്മളപ്പം ഇവിടെ ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ആ ചോദിക്കൂ. ഈ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നമ്മള് PhDക്ക് ഇത്ര വർഷത്തിനുള്ളില്, JRFന് ഇത്ര വർഷത്തിനുള്ളില് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. PhDക്ക് 1 ഇയറിനുള്ളിൽ. ഓക്കെ. എല്ലാം 1 JRF ഇയറിനുള്ളിലാണ്. അങ്ങനെ. അത് 1 ഇയറിനുള്ളിൽ അപ്പൊ നമ്മൾ 1 ഇയർ PhDക്ക് കഴിഞ്ഞാൽ ജോയിൻ നമ്മള് ചെയ്യണം. അതായത് രണ്ടാമത് നെറ്റ് എഴുതണം. ഓക്കെ, ഓക്കെ ക്ലിയർ. അല്ലേ? JRFന് 3 ഇയറും PhDക്ക് 1 ഇയറും ആണ്. ഓക്കെ, നെറ്റ് നിങ്ങൾ ലൈഫ് ലോങ് ക്വാളിഫൈഡ് ആണ്. ഓക്കെ.
പക്ഷെ ഇത് ഈ PhDക്ക് ആവും തോന്നുന്നു. പക്ഷെ ഞാൻ 2006 ക്വാളിഫൈ ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ 2022 ഞാൻ അല്ലേ 2022 ഞാൻ അപ്ലൈ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. റൂള് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പഴയ റൂളല്ല ഇപ്പൊ ഉള്ളത്. അപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് കിട്ടുണ്ടാവില്ലേ സെയിം UGC വെച്ചിട്ട് നെറ്റ് വെച്ചിട്ട്? അന്ന് PhD പണ്ടത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ അത് ഏഹ് പഴയ റൂള് ചേഞ്ച് ആയി. 2020 ചേഞ്ച് ആയില്ലേ? കംപ്ലീറ്റ് റൂൾസ് ചേഞ്ച് ആ ആയി. പക്ഷെ ഞാൻ 1 ഇയറിന്റെ ഇതിലൊന്നുമല്ലോ കൊടുത്തില്ല. ഞാൻ 18 കൊല്ലൊക്കെ വ്യത്യാസം വന്നിട്ടല്ലേ പിന്നെ അപ്ലൈ ചെയ്തത്. പക്ഷെ എനിക്ക് അവിടെ കിട്ടി PhD ഷോർട്ട് ലിസ്റ്റിൽ വന്നു. NEP 2020 ആണെങ്കിൽ നിലവിൽ വന്നത് ലാസ്റ്റ് ഇയർ അല്ലേ? ആ ആ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പോഴാണ് അത് നിലവിൽ വന്നത്. ആ അതുകൊണ്ടാണല്ലോ ജൂലൈ 2025 തൊട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സുകൾ സൈക്കോളജി നിർത്തിയത്. ഓ ഓ അതിന് ഓ മുന്നേ ഉള്ളവരെ അഫക്ട് ചെയ്യില്ല, ഇനി അങ്ങോട്ട് അത് അഫക്ട് ചെയ്യും. അതല്ല ഞാൻ പറയണതേ, ഓൾറെഡി പണ്ട് ചെയ്ത PhD പണ്ട് നെറ്റ് എടുത്തവർക്ക് ഇപ്പൊ PhD കിട്ടുന്നുണ്ടല്ലോ. നെറ്റ് ക്വാളിഫൈഡ് ആണ് എൻട്രൻസ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആ ഇത് 1 ഇയറിന്റെ 1 ഗ്യാപ്പ് ഇയർ ഒന്നും ആണ് PhD. കാണുന്നില്ലല്ലോ. PhD ആയിട്ട് എഴുതിയതായ കാരണമായിരിക്കും തോന്നുന്നത്. പണ്ടത്തെ യെസ്. നെറ്റ്വർക്ക് വ്യത്യാസം ഉണ്ട് തോന്നുന്നു. ഞാനിപ്പോ അടുത്താണ് അപ്ലൈ ചെയ്തത്, എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ. പഴയ റൂളല്ല, ഇനി എഴുതുന്നവരുടെ റൂളിൽ ഇതാണ് റൂൾ. ആ നമ്മൾ ഓക്കെ ഒരു പുതിയ നിയമം വരുമ്പോ പഴയവരെ ബാധിക്കില്ല, പുതിയ ആളുകളെയാണ് അത് അഫക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ അഥവാ അത് കിട്ടിയില്ല പഴയ തന്നെ പോകേണ്ടി വരില്ലേ എമ്പടി. ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയി ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് ഉള്ളത്: PhD, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, മൂന്നാമത് വരുന്നത് JRF. അവിടെ PhD ഓൺലി നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അഡ്മിഷൻ എടുക്കാം. പല യൂണിവേഴ്സിറ്റീസിലും എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ മുന്നേ നിങ്ങൾക്ക് PhDക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. മിക്ക യൂണിവേഴ്സിറ്റീസിലും നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതാതെ തന്നെ നിങ്ങൾക്ക് അവിടെ കയറാം. ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് വരും. ചിലയിടത്ത് ഇന്റർവ്യൂ പോലും ഇല്ല, നെറ്റിന്റെ മാർക്ക് മാത്രം നോക്കിയിട്ട് അവർ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സൈക്കോളജി റിലേറ്റഡ് ജോബിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും അവിടെ നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് കാണുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്. സോ അത് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്. അത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UGCയുടെ അണ്ടറിലുള്ള ഏത് കോളേജിലും, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി, അത് 30 വയസ്സിന് താഴെയുള്ളവർക്കേ പറ്റുള്ളൂ. ദെൻ അല്ലെങ്കിൽ OBC SC ST ആകുമ്പോൾ 35 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാറ്റഗറിയാണ് JRF എന്നുള്ള കാറ്റഗറി, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ള കാറ്റഗറി. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് സ്റ്റൈപ്പൻഡ് 35K പ്ലസ് 35,000 മുതൽ 37,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റൈപ്പൻഡ് കിട്ടും. ആ ഒരു മന്ത്ലി ബേസ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ PhDയുടെ എക്സ്പെൻസും ഓൾമോസ്റ്റ് അതിൽ കവേർഡ് ആവും. നമ്മൾ ഒരു 80% ഓഫ് എക്സ്പെൻസും അതിൽ കവേർഡ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ എന്താ സ്കോളർഷിപ്പോട് കൂടിയാണ് നിങ്ങൾ PhD ചെയ്ത് മുന്നോട്ട് വരുന്നത്. അതാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ യൂസസ്. ഓക്കെ. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഏജ് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എഴുതാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇന്ന് ഇഷ്ടം പോലെ പ്രൈവറ്റ് കോളേജുകളുണ്ട്. പല കോളേജുകളിലും സൈക്കോളജി സബ്ജക്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷനും ഉണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് സൈക്കോളജിക്ക് ഇത്രയും കട്ട് ഓഫ് വെക്കാറില്ല, 200 പക്ഷെ ഇപ്പൊ 200 പോയി നിൽക്കുന്നത്. അത്യാവശ്യം ആളുകൾ സൈക്കോളജി എക്സാം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും റിയാലിറ്റിയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കത് കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. ദെൻ പേപ്പർ 1 എന്തൊക്കെയാണ് ഉള്ളത്? പേപ്പർ 2 സൈക്കോളജി റിലേറ്റഡ് സബ്ജക്റ്റുകൾ. ഇവിടെ സൈക്കോളജി അല്ലാത്ത ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇന്ന് ആരും സോഷ്യൽ വർക്കിന്റെ ഒക്കെ കാര്യം ചോദിച്ചായിരുന്നു. ജോയിൻ ചെയ്തതിൽ ആരെങ്കിലും സൈക്കോളജി അല്ലാത്തവരുണ്ടോ?
ഹലോ മാം, സോറി, യെസ് ഗുഡ് ഈവനിങ്. യെസ് ഗുഡ് സോറി, ഈവനിങ്. ഞാൻ ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഐ എം ഹാവിങ് അനദർ ഓക്കെ ക്ലാസ് ഓൾസോ. സോ ഓക്കെ. നമ്മുടെ ഈ കോഴ്സ് എത്ര ദിവസം ഉണ്ടാവും? ഐ മീൻ എത്ര വീക്സോ മന്തോ? ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് ഐഡിയ. അതാണ്. ഇത് നമ്മുടെ ക്ലാസ്സിന്റെ ആണോ? അതെ, അതെ. ഓക്കെ, അത് ഞാൻ സിലബസ് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ടായിരുന്നു. അത് നമുക്ക് അയ്യോ, എന്തായാലും സോറി. ഓക്കെ നമുക്ക് ഉണ്ടാവും. നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നത്. മെയ്യുടെ മുന്നേ ആ, നമ്മുടെ പോർഷൻ എല്ലാം തീരും. മെയ്യില് നമ്മൾ റിവിഷനും ടെസ്റ്റ് സീരീസും ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ അണ്ടിൽ ജൂൺ അല്ലേ? ജൂൺ വരെ ഉണ്ടാവും യെസ് അപ്പോ. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ പേപ്പർ സ്നേഹ വൺ. മാം, മാം യെസ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. മാം, JRF ക്ലിയർ ചെയ്താല് നമുക്ക് ഫുൾ ടൈം PhD തന്നെ ചെയ്യണമല്ലോ അല്ലെ? ലൈക്ക് യെസ്. ഹൈബ്രിഡ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ ഇല്ല, ചെയ്താൽ ഇപ്പോഴത്തെ ഒരു നിലവില് മിക്ക യൂണിവേഴ്സിറ്റീസും ഫുൾ ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓക്കെ. കൺസെഷൻസ് വരുന്നുണ്ടോന്ന് അത് യൂണിവേഴ്സിറ്റീസിന്റെ പ്രൊസീജിയറിലോട്ട് നമ്മൾ നോക്കേണ്ടി വരും. പക്ഷെ അവര് മിക്കവാറും ഫുൾ ടൈം ആയിരിക്കും പറയുക. കാരണം അവിടുന്ന് ഒരു ഗ്രാന്റ് വരുന്നത് കൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇഫ് നമ്മളിപ്പോ PhD ഓൺലി അതും കൂടി എന്തായാലും ക്വാളിഫൈഡ് ആവുമല്ലോ ഇഫ് നമ്മൾ JRFന് ക്വാളിഫൈഡ് ആണെങ്കിൽ. അപ്പോ PhD ഓൺലി ഓപ്ഷൻ എടുത്തിട്ട് പോവുകയാണെങ്കിലോ ലൈക്ക് പാർട്ട് ടൈം അങ്ങനെ? നിങ്ങൾക്ക് പിന്നെ ചൂസ് ചെയ്യാം. കാരണം അവിടെ ഉം. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് കുറച്ച്. അപ്പൊ അതുകൊണ്ട് ഓ- നിങ്ങൾക്ക് ചൂസ്. ഓക്കെ. ഗുഡ് ഈവനിങ് മാം. യെസ്. മാം ഇടയ്ക്ക് കട്ടായി പോയി. മാം പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇത് വിളിക്കുന്നത് ജൂണിലല്ലേ? ഇതിന്റെ അപ്ലിക്കേഷൻ എപ്പോഴാ വരുന്നത്? 2 പ്രാവശ്യമായിട്ടാണ് എക്സാം ഉണ്ടാവുക. 2 സൈക്കിൾ ഉണ്ട് നമുക്ക്, ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും. ജൂൺ സൈക്കിളിന് നമുക്കൊരു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ദെൻ ഡിസംബർ ആണെങ്കിൽ ഒരു ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഒക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. ജൂണില് പൊതുവെ ഏത് ടൈമിലാണ് എക്സാം? മിക്കവാറും ഫസ്റ്റ് വീക്സിലാണ് എക്സാം നടക്കാറുള്ളത്. ഡിസംബറിലോ? ഡിസംബറിലെ എക്സാം ജനുവരി ഫസ്റ്റ് വീക്സിലായിട്ടാണ് നടക്കാറുള്ളത്. മാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതില് അറിയിക്കുമായിരിക്കും അല്ലെ? അറിയിക്കും. ഓക്കെ, ഇതെല്ലാം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തിലൊക്കെ വെക്കാം. ഇതെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഞാനിത് ഫുള്ള് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പേപ്പർ വൺ എന്ന് പറഞ്ഞു നമ്മുടെ ജനറൽ പേപ്പർ ആണെന്ന്. ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് എന്താണ് ടീച്ചിങ്, ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെ കുട്ടികളെ ലേണിംഗ് എങ്ങനെയാണ് വരുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വരുന്നുണ്ടല്ലോ ഇതില്. അപ്പൊ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ടും വരിക. രണ്ടാമത്തെ സെക്ഷൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ തേർഡ് സെക്ഷൻ ആണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സെക്ഷൻ, ലോജിക്കൽ റീസണിങ്. കേൾക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ കുറെ ഇന്ത്യൻ ഫിലോസഫിയും കാര്യങ്ങളും ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സെക്ഷനാണ് ലോജിക്കൽ റീസണിങ്. ദെൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അത് കംപ്ലീറ്റ് മാത്സ് ആണ്. നമുക്ക് ടേബിളുകൾ തന്നിട്ട് അവിടുന്ന് മാത്തമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് വരിക. ദെൻ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് റിലേറ്റഡ്, ICT, കമ്പ്യൂട്ടർ റിലേറ്റഡ്, എൻവയോൺമെന്റ്, പേര് പോലെ തന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെയുള്ള ബേസിക് ടോപ്പിക്കുകളാണ് എവിടെ വരുന്നത്? പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ, സൈക്കോളജി ആണ് ഇപ്പൊ മെജോറിറ്റി ഇവിടെയുള്ള ആളുകൾ. ഇപ്പൊ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി, സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി, അതായിരിക്കും വരുന്നുണ്ടാവാം. ദെൻ അതിന്റെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് സമയം പോവല്ലോ. നമുക്കിനി ക്ലാസിന്റെ കാര്യങ്ങളും കൂടി പറയണം. ഇതാണ് UGCയുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഈ ഒരു സിലബസ്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങളിപ്പോ ലിങ്ക് ഇട്ട ഗ്രൂപ്പിൽ ഇതാണ്. ഓരോന്നിന്റെ സബ് ടോപ്പിക്സ് അടക്കം അവർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും സിലബസിൽ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നതിൽ എന്തൊക്കെ പഠിക്കണം എന്നറിയില്ല. പക്ഷെ UGCയുടെ ഒരു പേപ്പറിൽ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സും അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. 10 യൂണിറ്റ്സ് ആണ് പേപ്പർ 1 വരുന്നുണ്ടാവും. റിസർച്ച്, ദെൻ കോംപ്രിഹെൻഷൻ, പാസേജ് തന്നിട്ട് അതിന്റെ താഴെ കുറെ ചോദ്യം, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, അതിൽ പ്രോഫിറ്റ്, അതേപോലെ ഇൻട്രസ്റ്റ്, പെർസെന്റേജ്, ലോസ്, നമ്പർ സീരീസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ലോജിക്കൽ റീസണിങ് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ലോജിക് ഉണ്ട്, വെൻ ഡയഗ്രംസ് ഉണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ,
ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് അനാലിസിസ്, ഗ്രാഫ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ദെൻ ICT. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹ്യൂമൻ എൻവയോൺമെന്റ് പറ്റി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇതൊക്കെ വരുന്നതാണ്. കുറച്ച് നിയമങ്ങൾ വരുന്നുണ്ട്, ആക്ട്സ് വരുന്നുണ്ട്, ദെൻ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിൽ നോക്കി 5 ക്വസ്റ്റ്യൻ ഈച്ച് ക്യാരിങ് 2 മാർക്ക്. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വീതം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കാരണം 10 സെക്ഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞ 50 ചോദ്യം ഉണ്ടാവുന്നു അല്ലേ. അപ്പൊ ഒരു സെക്ഷനിൽ നിന്ന് 5 ചോദ്യം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, പേപ്പർ 1 ചോദ്യങ്ങൾ വരുന്നുണ്ടാവാം. ദെൻ പേപ്പർ 2 സൈക്കോളജി. സൈക്കോളജി എനിക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് തോന്നും. ആദ്യത്തേത് കുറച്ച് ഹിസ്റ്ററി ആണ്, എമർജൻസ് ഓഫ് സൈക്കോളജി, ഹിസ്റ്ററി ആണ് വരുന്നത്. സൂഫിസം, ബുദ്ധിസം, യോഗ, ഗീത, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പേഴ്സ്പെക്റ്റീവ്സ്, നോളജ് പാരഡൈംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിസർച്ച് ഒക്കെ എങ്ങനെയാണ്, എല്ലാവർക്കും എളുപ്പമാണോ? പേപ്പർ 1 2 റിസർച്ച് ഉണ്ടാവും. എങ്ങനെയാണ് റിസർച്ച്, എളുപ്പമാണോ? റെസ്പോൺസ് ഒന്നും വരുന്നില്ല, റിസർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. എളുപ്പമൊന്നും അല്ല. റിസർച്ച് ഉണ്ട്, സ്റ്റാറ്റ്യൂ ഉണ്ട്, റിസർച്ച് ചെയ്യാൻ റിസർച്ചിന്റെ എല്ലാം വരും കേട്ടോ. എന്താ പറഞ്ഞ? റിസർച്ച് ചെയ്യല് റിസർച്ചിന്റെ എളുപ്പമൊന്നുമല്ല, എല്ലാ സെക്ഷനും പക്ഷെ അതിന്റെ ചോദ്യമുണ്ട്. കൺസെപ്റ്റ്സ് പഠിക്കാൻ ടൈപ്സ് ഓഫ് കുറച്ചുകൂടി എളുപ്പമാണ്. റിസർച്ച്, പിന്നെ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്, നമുക്ക് ഇനി ക്ലാസ്സിന്റെ കാര്യം പറയാം. നമ്മൾ എന്തായാലും ക്ലാസ് തുടങ്ങുമ്പോൾ ഓരോ സിലബസും വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്ത് എങ്ങനെ പഠിക്കാന്നൊക്കെ പറയും. അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ് എബിലിറ്റി, പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, സോഷ്യൽ സൈക്കോളജി ഉണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എമർജിങ് ഏരിയാസ്. ഇവിടെ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ബാക്കി 100 ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിലായിരിക്കും. 10 സെക്ഷൻ, അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്ര. അപ്പൊ 10 സെക്ഷനിലും നമുക്ക് ചോദ്യങ്ങൾ 100 മാർക്കിന് വരും. മറ്റവിടെ 100 ക്വസ്റ്റ്യൻസ് വരും. മറ്റവിടെ 50 ചോദ്യം, ഈ ഒരു സെക്ഷനിൽ 100 ചോദ്യം, അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 300 മാർക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല എന്തൊക്കെ സിലബസിലുണ്ടെന്ന്. ഞാൻ PDF അയച്ചു തരാം. നിങ്ങൾ UGC നെറ്റ് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ 2 സിലബസും പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഫോണിൽ സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കയ്യിലെടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ടോപ്പിക് കവറായി, എന്തൊക്കെ കവർ ആവണം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പ്രിന്റ് എടുത്ത് ഇത് കയ്യിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, വിംബിളിന്റെ ക്ലാസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് നമ്മുടെ ഫീസ് വരുന്നത് എന്നുള്ള കാര്യം. അത് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. അതുകൊണ്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ സെഷൻ എൻഡ് ചെയ്യുള്ളൂ. അപ്പൊ വിംബിളിന്റെ ക്ലാസ് വരുന്നത് വീക്ക്ലി 3 to 4 ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ഓക്കെ, 3 to 4 എന്ന് പറയുമ്പോൾ ഇപ്പൊ 4 day ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ അതിൽ 2 ക്ലാസ് പേപ്പർ 1ഉം 2 ക്ലാസ് പേപ്പർ 2ഉം ആയിരിക്കും. കാരണം നമുക്ക് രണ്ടും ഒരേ സമയത്ത് പോയാലാണ് റിവിഷൻ ചെയ്യാൻ എളുപ്പമുണ്ടാവുക. ദെൻ പിന്നെ നടക്കുന്നത് 3 ക്ലാസ് ഉള്ള വീക്കില് നമുക്ക് 1 ക്ലാസ് പേപ്പർ 1ഉം ബാക്കി 2 പേപ്പർ 2 സൈക്കോളജിയും ആയിരിക്കും. ഓക്കെ, എന്നാലും പേപ്പർ 1ഉം പേപ്പർ 2ഉം ക്ലാസ്സുകൾ നമുക്ക് എല്ലാ വീക്കും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം പേപ്പർ 1 ആണ് മെജോറിറ്റി ആളുകൾക്കും കുറച്ച് പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ഒരു പേപ്പറാണ്. കാരണം ഈ പറഞ്ഞ പോലെ മാത്സ് കിടക്കുന്നുണ്ട്, മാത്സ് പേടിയുള്ള ആളുകളുണ്ടാവും. അപ്പൊ മാത്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്ലാസ് ബേസിക്സ് എന്നായിരിക്കും. ഇപ്പൊ ഈ സിലബസ് കണ്ടിവിടെ പേടിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വളരെ ബേസിക്സ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പതിയെ ആ സിലബസിനോട് യൂസ്ഡ് ആവും. നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ട് വരില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ നെറ്റ് ക്ലിയർഡ് ആയി. ഞാൻ കഴിഞ്ഞ സൈക്കിളിലാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോ അതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ ആ ഒരു ക്ലാസ്സുകൾ പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ വളരെ ബേസിക്സ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ടൈമിങ് നൈറ്റ് ആണ്. ഇപ്പൊ 7 to 8 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാം നോമ്പ് തുടങ്ങാണ്. 15-ാം തീയതി ഒക്കെ 20-ാം തീയതി മറ്റേ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇൻ കേസ് പറ്റുന്ന ദിവസങ്ങളിൽ നമുക്ക് 7:30 to 8:30 ആക്കി നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 7 or 7:30 ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. 1 hour വെച്ച് ഈ ഒരു 3 to 4 ക്ലാസ്സസ് നമുക്ക് എല്ലാ വീക്കും ഉണ്ടായിരിക്കും. ദെൻ 3 ദിവസം ക്ലാസ് ഉള്ള വീക്സിൽ 4th ഡേ നിങ്ങൾക്ക് നമ്മുടെ ഒരു സെക്ഷൻ, ഒരു യൂണിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ആ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാരണം ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. അതാണ് വേറൊരു കാര്യം. അപ്പൊ യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതായത് പേപ്പർ 1ഉം പേപ്പർ 2ഉം സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. കാരണം ഇപ്പൊ ചില ആളുകൾ പേപ്പർ 1ന് മാത്രമായിരിക്കും ജോയിൻ ചെയ്യുക, ചിലവർ പേപ്പർ 2 മാത്രമായിരിക്കും, ചിലവർ രണ്ടും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും പോർഷൻസ് നമ്മൾ ഏപ്രിലിൽ കംപ്ലീറ്റ് ചെയ്യും. കാരണം അറിയാം നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു 2.5 മാസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ യൂണിറ്റ് ടെസ്റ്റുകൾ പോവും. ദെൻ എൻഡിൽ മെയ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ മാത്രമായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോട് നിങ്ങൾ അത്ര യൂസ്ഡ് ആവണം, എക്സാംസ് എഴുതാൻ പറ്റണം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ്, അതായത് മെയ് എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് റിവിഷൻ എന്നത് മാത്രമേ ഉള്ളൂ. ദെൻ മെയ് ലാസ്റ്റ് വീക്കിലോട്ടൊന്നും വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല, കാരണം എക്സാം അടുക്കാറായില്ല. അപ്പൊ ജൂൺ ഒരു 2nd വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും സൈക്കോളജിയുടെ എക്സാംസ് വരും. അപ്പൊ ഒരു 2-3 വീക്സ് നിങ്ങൾ ഫ്രീ ആയിരിക്കും. അവിടെ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അതായത് ലൈവ് മിസ് ചെയ്താലും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവിടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാം. കാരണം ഇതിലിപ്പം പലവരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഹൗസ് വൈഫ് ആണെങ്കിലും വീട്ടിലെ ജോലികളെ കുട്ടികളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിനും റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിന്റെ വേറൊരു ബെനിഫിറ്റും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ജൂണിലെ എക്സാം ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുക, ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. ഇൻ കേസ് നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെക്കോർഡിങ്സ് ഡിസംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾ നെറ്റ് ക്ലിയർഡ് ആണെങ്കിലും നിങ്ങൾ JRF ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ PhD ക്വാളിഫൈഡ് ആയിട്ട് നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറിന് നോക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീസിൽ തന്നെ എക്സ്ട്രാ ഫീസ് ഒന്നും ഇല്ലാതെ ഇതിന് റെക്കോർഡിങ്സ് ഡിസംബർ വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ലൈവ് പ്ലസ് റെക്കോർഡ് ജൂൺ വരെയും. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഡിസംബർ 2026 വരെയും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നോട്ട്സ് തരുമോ എന്നുള്ളത് ഉറപ്പായിട്ടും നോട്ട്സ് തരും. ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സ്ലൈഡ്സും PPTs ഒക്കെ ആപ്പിൽ അപ്ലോഡഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ഫോമിൽ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോട്ട് എഴുതുന്നത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു പഠനത്തിൽ. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാം, ഗ്രൂപ്പിലായിട്ടോ പേഴ്സണലിയോ ചോദിക്കാം, ക്ലാസ്സിൽ ചോദിക്കാം, അതിലൊന്നും ഇഷ്യൂ വരുന്നില്ല. ഇതാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഫീസ് ആണ്. ഫീസ് നിങ്ങൾക്ക് പേപ്പർ 1ന് 3,000, പേപ്പർ 2 3,000, ടോട്ടൽ 6,000 ആണ് ഫീസ് വരുന്നത്. എന്തിനാ സെപ്പറേറ്റ് പറഞ്ഞു വെച്ചാൽ സെപ്പറേറ്റ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3,000 ടോട്ടൽ 6,000 ആണ് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത്. ഇപ്പൊ അക്കാദമിന്ന് ഇപ്പൊ ഫൈസൽ സാറ് ഉണ്ടോന്ന് എനിക്കറിയില്ല, ലീവ് ചെയ്തോന്ന്. ഇപ്പൊ ഫൈസൽ സാറ് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 20 അഡ്മിഷൻസിന് 20 അഡ്മിഷന് 5,000 ആയിരിക്കും ഫീസ് വരുന്നത്. അപ്പൊ ആദ്യം പേയ്മെന്റ് ചെയ്യുന്ന 20 പേർക്ക് 5,000 ആണ് ഫീസ് ഉണ്ടായിരിക്കുക. ദെൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാം. കാരണം പെട്ടെന്ന് ഇപ്പൊ നാളേക്ക് ഒരു 6,000 എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ പോലും ഇല്ല, ആർക്കും പെട്ടെന്ന് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഹാഫ് എമൗണ്ട് ആദ്യം അടയ്ക്കാം, ബാക്കി ഹാഫ് എമൗണ്ട് 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾ പേ ചെയ്താൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്
ക്ലാസിന്റെ ഒരു കാര്യത്തില് നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് ഉറപ്പായിട്ടും പല റെഫറൻസ് ബുക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ് നെറ്റിന്. ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്ക് അരിഹൻ പിയേഴ്സിനൊക്കെയാണ്. അപ്പൊ ആ ബുക്കുകളുടെ എല്ലാം ബേസിസിലും പ്ലസ് എന്റെ എക്സാം പ്രിപ്പറേഷന്റെ ഒരു ബേസിസിലും ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. കാരണം ചില ടോപ്പിക്കുകളൊക്കെ വളരെ ഇറലവന്റ് ആണ്, സിലബസിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ചോദ്യം പോലും വരാത്ത ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കുറെ നേരം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് പോകുന്നത്. നിങ്ങളുടെ ഫുൾ ജേർണിയിൽ എന്തായാലും ജൂൺ വരെ ഞാൻ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും പറയുന്നതല്ല. ഞാൻ ഇവിടെ പലർക്കും അറിയാം, ഞാൻ കുറെ കാലമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും എല്ലാം ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എഫേർട്ട് ഇടാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചോളൂ. സിംഗിൾ പേപ്പറിന് 3000 എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ 20 ആൾക്കാർക്ക് 5000 എന്ന് പറഞ്ഞു. അത് ഒരു പേപ്പർ എടുക്കണമെങ്കിൽ 2500 കിട്ടുമോ? ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ഫൈസൽ സാർ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഫൈസൽ സാർ ലീവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് ഫൈസൽ സാറിനോട് ചോദിക്കാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സിലബസ് റിലേറ്റഡ് ആയിട്ടായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെറ്റ് എക്സാമിനെ പറ്റിയോ അല്ലെങ്കിൽ ക്ലാസ്സിലെ പറ്റിയോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പൊ 2500 ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പേപ്പർ ആണെങ്കിൽ അങ്ങനെ അടയ്ക്കാം ഫസ്റ്റ് അഡ്മിഷനിൽ. ആരായിരുന്നു ചോദിച്ചത്? ലീവ് ചെയ്തോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് അറിയാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നമ്മുടെ ക്ലാസ് 16-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് സമയം കളയാനില്ല. ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നെറ്റിന്റെ. കാരണം കുറെ ആൾക്കാരെ എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ 16 ക്ലാസ് മാറ്റിയിട്ടുള്ളത്. 16 മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. താങ്ക് യു. എന്തെങ്കിലും ഉള്ളവർക്ക് ചോദിക്കാം. സെന്റേഴ്സ് ഇപ്പൊ മലപ്പുറം ആണെങ്കിൽ എവിടെയൊക്കെ ഉള്ളതെന്ന് അറിയോ മാമിന്? അതെനിക്ക് അറിയില്ല. പക്ഷെ പേടിക്കണ്ട, എനിക്ക് ഭയങ്കര ദൂരെയുള്ള സെന്റേഴ്സ് പൊതുവെ വരാറില്ല. അല്ല ഇപ്പൊ പാലക്കാട് ജില്ലയിൽ എത്ര സെന്റർ ഉണ്ട്, അങ്ങനെ എത്ര സെന്റർ മലപ്പുറത്തുണ്ടെന്ന്, അങ്ങനെ എത്ര എണ്ണം എന്നുള്ള അറിയോ? അത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. കാരണം എത്ര പേര് അപ്ലൈ ചെയ്യണു എന്നുള്ളതിനനുസരിച്ചായിരിക്കും സെന്ററിന്റെ എണ്ണം വരിക. ഓരോ സെന്ററിൽ ഇത്ര പേര് എക്സാം എഴുതാൻ പാടുള്ളൂ എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ്, ഇപ്പൊ പാലക്കാട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനനുസരിച്ചായിരിക്കും പാലക്കാടിലെ സെന്ററിന്റെ എണ്ണം വരിക.
മിക്കവാറും രണ്ടോ മൂന്നോ സെന്റേഴ്സ് ഒക്കെയാണ് വന്ന് കണ്ടിട്ടുള്ളൂ. കാരണം അത്രയൊക്കെ ആൾക്കാരെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ എത്ര പേര് അപ്ലൈ ചെയ്യണു എന്നുള്ളതിനനുസരിച്ചിരിക്കും. തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ എഴുതിയത്, തിരുവിലാമല എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു 150 ഒരു 70 ആൾക്കാരെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറെ പേർക്ക് ജ്യോതി ടവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരാൾക്ക് വേറെ എവിടെയാ പറഞ്ഞത്. അപ്പൊ എന്റെ അറിവിൽ 3 സെന്റേഴ്സ് 4 സെന്റേഴ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് തൃശ്ശൂര്. അപ്പൊ ആ ഒരു റേഞ്ച് ഓഫ് സെന്റേഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഒരിടത്ത് 100 പേരാണ് തോന്നുന്നു ലിമിറ്റ്. അങ്ങനെ 100 പേരാണോ 80 പേരാണോ അത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും സെന്റേഴ്സിന് ലിമിറ്റ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും സെന്റർ വരാം. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും. മെജോറിറ്റി ടൈമും കിട്ടും. ടൈമിങ് എപ്പോഴാ ഉണ്ടാവാറ്? ഞാൻ ഇതിങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നാട്ടിക്ക് ഒറ്റയ്ക്ക് വരണല്ലോ അല്ലെ? യാത്ര ചെയ്ത് വരാനുള്ളതുണ്ട്. ടൈമിംഗ് രാവിലെ ആയിരിക്കും. രാവിലെയും ഉണ്ടാവും വൈകിട്ടും ഉണ്ടാവും. രാവിലത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 9 ആയിരിക്കും. വൈകുന്നേരത്തെ ഷിഫ്റ്റ് ആണ് പിന്നെ ഉണ്ടാവും. ഉച്ചയ്ക്ക് എന്നൊരു ഷിഫ്റ്റ് ഇല്ല അവിടെ. 3 to 6 ആണ് നെറ്റിന്റെ വേറൊരു ഷിഫ്റ്റ് വരുന്നത്. എനിക്ക് 3 to 6 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് വളരെ അടുത്തായതുകൊണ്ട് പോയിട്ടു. എന്തോ ഒറ്റ എന്തോ പേപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പേപ്പർ 1 പേപ്പർ 1 ഒറ്റ സെക്ഷൻ ഒറ്റ 3 hours 3 hours കംപ്ലീറ്റ് ഉണ്ടാവും. 150 ചോദ്യം ഉണ്ടാവും. അതില് ആദ്യത്തെ 50 എണ്ണം പേപ്പർ 1, ബാക്കി ഉള്ളത് 100 എണ്ണം പേപ്പർ 2. യെസ്, ഒറ്റ സമയത്ത് 2 സമയത്തല്ല എടുക്കുക. സൈക്കോളജി മാത്രമേ ഉള്ളൂ? എന്തോ ക്ലാസ്സുകളാണോ? വിമ്പിളില് ഇപ്പൊ ഞാൻ സൈക്കോളജിയാണ് എടുക്കുന്നത്. പേപ്പർ 1 കോമൺ ആണ്. സൈക്കോളജിക്കാർക്കും വേറെ സബ്ജക്റ്റുകൾക്കും എല്ലാം പേപ്പർ 1 കോമൺ പേപ്പർ ആണ്. ഏതായിരുന്നു സബ്ജക്ട്? സോഷ്യൽ വർക്ക് ആണോ? അല്ല, യോഗയായിരുന്നു. യോഗ എന്റെ അറിവില്ല, ആരും എടുക്കുന്നില്ല. സോഷ്യൽ വർക്ക് ആണെങ്കിൽ ഇപ്പോ വേറൊരു ഫാക്കൾട്ടി എടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി നെറ്റ് സെറ്റ് എല്ലാം ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പൊ ആരൊക്കെ സോഷ്യൽ വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സോഷ്യൽ വർക്ക് ആണ്. പേപ്പർ 1 സെയിം ആയിരിക്കും. പേപ്പർ 1 നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും സെയിം പേപ്പർ 1 എടുക്കും. 2ഉം 3ഉം ആണോ സബ്ജക്ട് ബേസ്ഡ് ആവുന്നത്? പേപ്പർ 2 2 പേപ്പറേ ഉള്ളൂ. പേപ്പർ 1 എല്ലാവർക്കും കോമൺ. പേപ്പർ 2 നിങ്ങളുടെ ഏതാണോ സബ്ജക്ട് അത്. ഇപ്പൊ മാമിന്റെ യോഗ, ബാക്കിയുള്ളവരുടെ സൈക്കോളജി, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഫീസ് എത്രയാ? ഞാൻ ഇപ്പഴാ ജോയിൻ ചെയ്തത്. ഓക്കെ, ഫീസ് പേപ്പർ 1 3000, പേപ്പർ 2 3000. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വേണമെങ്കിലും അടയ്ക്കാം. 2 പ്രാവശ്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. ദെൻ പിന്നെ ഫസ്റ്റ് അഡ്മിഷൻസിന് 5000. ഫസ്റ്റ് 20 അഡ്മിഷൻസിന് 5000 ആണ് പറഞ്ഞിരിക്കുന്നത്. 2 പേപ്പറും കൂടെ. അപ്പൊ മാമിന് ഒരു പേപ്പർ ആകുമ്പോ പകുതി. പിന്നെ ഇത് എത്ര നാളത്തെ ക്ലാസ് ആണ്? ഇത് എക്സാം നമുക്ക് എന്തായാലും 2 മന്തോളം ക്ലാസ്സുകൾ പോകും. 2 months എന്തായാലും ക്ലാസ് ഉണ്ടാവും. ലാസ്റ്റ് മന്ത് റിവിഷൻ ആയിരിക്കും. യെസ് മാം, നമുക്ക് ഇപ്പൊ ജോയിൻ ചെയ്തവരോടാണ്. നമുക്ക് ഇതിന്റെ റെക്കോർഡിങ്സ് ഡിസംബർ വരെ അവൈലബിൾ ആയിരിക്കും. ജൂൺ വരെ ലൈവ് പ്ലസ് റെക്കോർഡ് ഉണ്ടായിരിക്കും. ഡിസംബർ വരെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ജൂണിൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ. പറയൂ, റിൻഷല്ലേ ചോദിച്ചത്, പറയൂ. അതെ മാം, എന്റെ ലൈക്ക് ഞാനിപ്പോ 34 years ആണ്. എനിക്ക് ഓഗസ്റ്റിലാണ് ശരിക്കും 35 ആവുന്നത്. അപ്പൊ JRF എന്നുള്ള സ്വപ്നം മാറ്റി വെക്കണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഉണ്ട്, ജൂണിലാണ് എക്സാം വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എക്സാമിനാണോ ഈ റിലാക്സേഷൻ ബാധകം, അതോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അഡ്മിഷൻ എടുക്കുമ്പോൾ 1 yearനുള്ളിലാണല്ലോ PhD എക്സാം സമയത്ത് നിങ്ങളെ ഏജ് ആണ് നോക്കുക. അത് ഞാൻ ആ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ അങ്ങ് ഇട്ട് തരാം കേട്ടോ, ഗ്രൂപ്പിലോട്ട് ഇട്ട് തരാം. ഇതെന്റെ കുറെ കാലമായിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് എഴുതും. അതെ അതെ, അതന്നെ നമ്മൾ എയിം ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ഹൈ ആണല്ലോ എയിം ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും PhD ഓൺലി വിചാരിക്കുന്നേ ഇല്ല. ബിക്കോസ് എഴുതുന്ന ഒരാള് PhD ഓൺലി എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നത്. ഇപ്പൊ JRF എഴുതാൻ പറ്റുന്നവര് JRF, മറ്റുള്ളവര് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, അത് തന്നെ ലക്ഷ്യം വെച്ച് നമ്മൾ എഴുതണം. എന്നാലും നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കുള്ളൂ. നമ്മള് എത്രയായാലും എത്ര ഒരാളെ എന്താ പറയാ, ഇപ്പൊ ഇവൻ ഞാൻ ആരൊക്കെ എന്തൊക്കെ നോട്ട് തന്നാലും ഞാൻ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? ബാക്കി എല്ലാവർക്കും ഒരു ഗൈഡൻസ് ആണ്. അപ്പൊ നമ്മള് ആ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ട് ഇറങ്ങാന്നുള്ളതാണ്. അതെ അതെ, നമ്മൾ എയിം അത് എപ്പോഴും പലർക്കും എന്തായാലും ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവും.
യെസ്, അതെ പലർക്കും ആ ഡെഡിക്കേഷൻ ഉണ്ടാവും, ഫീസ് കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അതെ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ അതെ അതെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ പുറത്ത് അന്വേഷിച്ചാൽ അറിയാം ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഫീസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ, അതും ഈ ഡിസംബർ വരെ വെക്കാനുള്ള ഒരു റീസൺ, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടും ഫീസിന്റെ പേരിൽ പുറകോട്ട് നിൽക്കരുത് എന്നുള്ളത്. കാരണം ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും. അപ്പോൾ ഞാൻ വിമ്പിളായിട്ട് സംസാരിച്ച സമയത്താണെങ്കിലും പുള്ളിയാണെങ്കിലും ഒക്കെ അതിന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഫാക്കൾട്ടിയാണ് വിമ്പിളിൽ, പക്ഷെ ഞാൻ വെച്ചൊരു ഓപ്ഷൻ അതിന്റെ ഡയറക്ടർ അംഗീകരിച്ചത് മാക്സിമം അഫോർഡബിൾ ആക്കുക, എല്ലാവർക്കും അത് കിട്ടണം, ആ ഒരു കോഴ്സ് എത്രയും അവരിൽ എത്തിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോ ഓക്കെ മാം. അങ്ങനെയുള്ളവർ അത് കൺസിഡർ ചെയ്യാം. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു. മാം ഓക്കെ മാം പറയൂ. മാം മാം സൈക്കോളജിക്കാർക്ക് സെറ്റ് എഴുതണമെങ്കിൽ BEd ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല, അയ്യോ അത് ഞാൻ പറയാൻ വിട്ടുപോയി, കുറെ പേര് ലീവ് ചെയ്തല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെറ്റിന് പഠിച്ച സെറ്റും എഴുതാം കേട്ടോ. സെറ്റിന് BEd വേണം നിർബന്ധമില്ല, PG മതി സെറ്റ് എക്സാം എഴുതാനാണെങ്കിൽ. അത് വിളിച്ചു കഴിഞ്ഞു മാം ഇപ്രാവശ്യത്തെ? അതും ഇതേ സമയത്ത് തന്നെയാണ്. ചെറിയ ഇതിപ്പോ ഈ വർഷം ഇപ്പോഴത്തെ കഴിഞ്ഞു, ഇനി അടുത്തത് വരുമ്പോ പറയാം, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. റീസെന്റ് നടന്ന എക്സാം കഴിഞ്ഞു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ജനുവരിയിലായിരുന്നു ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വരുമ്പോ എഴുതാം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് എഴുതാൻ കഴിയും അല്ലേ? നെറ്റ് ആണല്ലോ സെറ്റിനേക്കാളും ഹൈ. നെറ്റിന് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റ് ചെയ്താം. കുറച്ച് ടോപ്പിക്സിന്റെ വ്യത്യാസമുള്ളൂ, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ മാം. മാം Yes. കാലിക്കറ്റ് Okay. യൂണിവേഴ്സിറ്റിയിൽ ഹൈബ്രിഡ് ആയിട്ട് PhD അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ക്ലിയർ സൈക്കോളജി? ആയില്ലായിരുന്നു. മാം ഹലോ, പറയൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർ ഹൈബ്രിഡ് ആയിട്ട് PhD പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് സൈക്കോളജിക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം ആണോ? അറിയോ മാമിന് അതെന്താണ്? കാലിക്കട്ടിലാണോ? അതെ കാലിക്കട്ടിൽ ഹൈബ്രിഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വേറെ സബ്ജക്ട്സിനൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം. കാരണം എനിക്കറിയുന്ന ഒരാൾ കെമിസ്ട്രിയിൽ PhD ചെയ്യുന്നതിന് മുപ്പത്, പക്ഷെ സൗദിയിലാണ്. അപ്പം ഇടയ്ക്ക് വന്നിങ്ങനെ attend ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ എന്തോ ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ സൈക്കോളജിക്ക് ഒന്ന് അങ്ങനെ ഉണ്ടോ? അന്വേഷിച്ചിട്ട് പറയാം. എന്റെ ഒരു അറിവിൽ ഇല്ലാന്നാണ്. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. മെയിൻ ആയിട്ട് അവര് കുറച്ചും കൂടി എന്താണ് ഓൺ ക്യാമ്പസ് ആണ് കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒഫീഷ്യലി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നോക്കട്ടെ, എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കാം. ഓക്കെ മാം, താങ്ക് യു. ഓൺ എനിക്കൊന്ന് ക്യാമ്പസ് മെസ്സേജ് ഇടാവോ? അല്ലാത്തതിനാണോ നമ്പർ എനിക്കറിയില്ല. എന്തോ? ഓൺ ക്യാമ്പസ് അല്ലാത്തതിനാണോ ഹൈബ്രിഡ് പറയുന്നത്? അതെ, ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇത്ര ഹവേഴ്സ് അവിടെ പോയാൽ മതി, ബാക്കി സമയം നമുക്ക് വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജിയിൽ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്, കാരണം എൻ്റെ ഒരു അറിവിലില്ല. ഞാൻ എന്തായാലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഒന്ന് അറിയിക്കാം. എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്റെ നെറ്റ് ഒന്ന് ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്. ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. ഗ്രൂപ്പ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങളിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ ചോദിക്കാം, നമ്മൾ അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, ma'am. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.